ഈ കഥ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് എബിയെയും അയാളുടെ ഫാമിലിയുമാണ്. എബിയുടെ ഭാര്യയുടെ പേര് റെബേക്ക. അവർക്കൊരു ആൺകുട്ടിയാണ്. അവന്റെ പേര് ഡാനി. ഇന്നത്തെ ദിവസം എബിയുടെ റെബേക്കയുടെ ആനിവേഴ്സറിയാണ്. അതുകൊണ്ട് അവളിപ്പം അവനിന്നൊരു ഗിഫ്റ്റ് കൊടുത്തു, ഒരു വാച്ചാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവരുടെ ഭാവി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് റെബേക്കയ്ക്ക് ഒരു കാര്യം സംഭവിക്കുന്നത്. അവളുടെ തലയ്ക്കുള്ളിൽ നിന്നും എന്തൊക്കെ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. അവൾക്കത് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അത് കാരണം എബി പറയുന്നത് ഒരുപക്ഷെ നീ ഭക്ഷണമൊന്നും കഴിക്കാത്തോണ്ടായിരിക്കും, നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നും പറഞ്ഞിട്ട് എബി അവരെയും കൂട്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് പിന്നെയും റെബേക്കയുടെ തലയ്ക്കുള്ളിൽ നിന്നും ആ ശബ്ദം കേൾക്കുന്നത്. ഇപ്പൊ കുറച്ചുകൂടെ കൂടിയ അളവിലാണ്. അവൾക്കത് തീരെ താങ്ങാൻ പറ്റുന്നില്ല. അപ്പുറത്തിരിക്കുന്ന ഡാനിയുടെ അവസ്ഥ അത് തന്നെയാണ്. അവനും തലയിൽ ആ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്നാൽ എബിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ ശബ്ദത്തിന്റെ തീവ്രത കൂടിക്കൂടി വരുമ്പോൾ റെബേക്ക അവിടെ നിന്ന് എഴുന്നേറ്റു. അതിനെ തുടർന്ന് അവളുടെ കൈ തട്ടിയിട്ട് ആ പ്ലേറ്റ് താഴേക്ക് വീഴാണ്. ഈ സമയത്താണ് അവിടെ നിൽക്കുന്ന ഒരാള് ഇപ്പൊ അവരിയ്ക്കുന്ന ടേബിളിന്റെ അടുത്തേക്ക് വരുന്നത്. ഇയാൾ കുറച്ച് സമയമായിട്ട് അവിടെ കറങ്ങി നടക്കായിരുന്നു. ഇയാളുടെ പേര് ഹെൻറി എന്നാണ്. അയാൾ ഇപ്പം അങ്ങോട്ട് വന്നിട്ട് ഒരു തോക്കെടുത്തിട്ട് റെബേക്കയും ഡാനിയും വെടിവെച്ച് കൊല്ലാണ്. അതിനുശേഷം ഹെൻറി എബി ഒന്ന് നോക്കി എന്നിട്ട് അവന്റെ അടുത്തൊരു സോറി പറഞ്ഞിട്ട് അയാളും വെടിവെച്ച് മരിച്ചു. അങ്ങനെ തന്റെ ഫാമിലിയുടെ മരണം തന്റെ കൺമുന്നിൽ വെച്ച് നടന്നു കണ്ട് എബിക്കാണെങ്കിൽ ഉറക്കെ നിലവിളിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. അങ്ങനെ ഈ സംഭവങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പം 3 മാസമായി. എബി ഇപ്പം അവന്റെ ഓഫീസിലിരിക്കുകയാണ്. അവന്റെ ടേബിളിലായിട്ട് അവന്റെ ഫാമിലിയുടെ ഫോട്ടോ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അവന്റെ ഭാര്യയുടെയും മകന്റെയും ഓർമ്മകൾ അവനെ വല്ലാണ്ട് വേട്ടയാടാണ്. അതുകൊണ്ട് തന്നെ അവൻ ഓഫീസിൽ ഇരിക്കാനേ തോന്നുന്നില്ല. അങ്ങനെ അവൻ നേരെ അവന്റെ ഫ്രണ്ടിനെ കാണാൻ പോയി. ഇവന്റെ പേരാണ് മാർട്ടി. ഈ സമയം എബി ആണെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ആണ് അവന്റെ അടുത്ത് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അന്ന് ആ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ പോകാൻ തോന്നിയത്? എന്തുകൊണ്ടാണ് അയാൾക്ക് എന്റെ ഭാര്യനെ എന്റെ മകനെ തന്നെ കൊല്ലാൻ തോന്നിയത്? എന്തുകൊണ്ട് അയാൾ എന്നെ കൊന്നില്ല? എന്നെ മാത്രം ഒഴിവാക്കിയിട്ട് അയാൾക്ക് എന്താണ് കിട്ടിയത്? ഇനിയൊരു പക്ഷെ അയാള് റാൻഡമായിട്ട് ആൾക്കാരെ തെരഞ്ഞെടുത്ത് കൊല്ലുന്ന ഒരു സൈക്കോ ആണോ? ഇങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ആണ് എബി ഇപ്പൊ മാർട്ടിയുടെ അടുത്ത് ചോദിക്കുന്നത്. എന്നാൽ മാർട്ടിക്കാണെങ്കിൽ അതിനെന്ത് ഉത്തരമാണ് പറയേണ്ടത് എന്നറിയത്തില്ല. അങ്ങനെ മാർട്ടിയെ കണ്ടതിന് ശേഷം എബി അവന്റെ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ അവന്റെ ഭാര്യയുടെയും മകന്റെയും ചില വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നതിനിടയിൽ അയാൾ വല്ലാണ്ട് മദ്യപിക്കുന്നുണ്ട്. ഇപ്പം എബി ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഇനി തന്റെ ഭാര്യയും മകനും ഇല്ലാത്ത ഈ ലോകത്ത് അയാൾക്ക് ജീവിച്ചിരിക്കേണ്ട. അയാൾ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാരണം തന്റെ ഭാര്യയും മകനും മരിക്കാൻ കാരണം താനാണ് എന്നാണ് എബി വിശ്വസിക്കുന്നത്. കാരണം അവരെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് കുറെ ഗുളിക എടുത്തിട്ട് അവൻ ആ മദ്യത്തിന്റെ കൂടെ കഴിക്കുകയാണ്. അങ്ങനെ അവനതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം ആ ടി വിയിലിപ്പം ഒരു വെളുത്ത പ്രകാശമാണ് കാണുന്നത്. അങ്ങനെ എബി ഇപ്പം അൺകോൺഷ്യസ് ആയി. എന്നാൽ അയാൾ ആ ഗുളിക കഴിക്കുന്നതിന് മുമ്പ് മാർട്ടിയുടെ വീട്ടിലേക്ക് ഒരു വോയിസ് മെയിൽ അയച്ചിട്ടുണ്ട്. അതിലവൻ പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണെന്നാണ്. അങ്ങനെ മാർട്ടി അത് കേട്ടു. അതിനെ തുടർന്ന് അവൻ വേഗം എബിയെ എടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഇപ്പൊ ഡോക്ടർമാരെല്ലാം എബിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം എബിയുടെ ആത്മാവ് കണ്ണു തുറന്നു. അവൻ നോക്കുമ്പോൾ മുകളിലായിട്ട് അവനൊരു വെള്ള പ്രകാശമാണ് കാണുന്നത്. എന്നാൽ അടുത്ത സെക്കൻഡിൽ അവന്റെ മുമ്പിൽ ഒരു ടണൽ പ്രത്യക്ഷപ്പെട്ടു. അവനിപ്പം ആ ടണലിലൂടെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ടണലിന്റെ അപ്പുറത്തായിട്ട് അവന്റെ ഭാര്യയും മകനും നിൽക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്കാണ് അവനിപ്പോൾ പോകുന്നത്. എന്നാൽ ഈ സമയത്താണ് ഡോക്ടർമാർ അവന് CPR കൊടുക്കുന്നത്. അങ്ങനെ 2-3 തവണ കൊടുത്തു കഴിയുമ്പോൾ അവൻ ആ ടണലിൽ നിന്ന് പുറകിലേക്ക് പോവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവന്റെ ആത്മാവ് അവന്റെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചെത്തി. അതോടുകൂടെ അവൻ നോർമലാവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. എബിയെ ഇപ്പം അവിടുത്തെ റൂമിലേക്ക് മാറ്റി. ഈ സമയം ഒരു നേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. ഇവളുടെ പേര് ഷെറി എന്നാണ്. അങ്ങനെ അവനെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നിനക്ക് ബോറടിക്കാതിരിക്കാൻ ഞാൻ TV വെച്ചരാന്നും പറഞ്ഞിട്ട് അവിടുത്തെ TV-യിൽ ഒരു സിനിമ വെച്ച് കൊടുത്തിട്ട് അവൾ പുറത്തേക്ക് പോയി. അതിൽ എബി ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ കിടക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് അവൻ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത്. അവൻ ആ TV-യിലേക്ക് നോക്കുമ്പോൾ അതിൽ എന്തൊക്കെയോ ഒരു ഇന്റർഫിയറൻസ് അവൻ കാണുന്നുണ്ട്. മാത്രമല്ല ആരൊക്കെയോ സംസാരിക്കുന്ന പോലെയും അവൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആ TV-യിൽ മാത്രമല്ല ആ റൂമിനകത്തുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലൊക്കെ അവൻ ആ ഇന്റർഫിയറൻസ് കേൾക്കുന്നുണ്ട്. ഈ സമയത്താണ് ആ റൂമിലേക്ക് അവന്റെ ഡോക്ടർ വരുന്നത്. ഇയാളുടെ പേര് ക്യാരസ് എന്നാണ്. അയാൾ അങ്ങോട്ട് വരുമ്പോൾ അയാളുടെ ശരീരത്തിന് ചുറ്റുമായിട്ട് ഒരു നേർത്ത വെളുത്ത പ്രകാശം കാണുന്നുണ്ട്. പക്ഷെ അതെന്താണ് സംഭവം എന്ന കാര്യം അവന് മനസ്സിലായിട്ടില്ല. അങ്ങനെ അയാൾ അവന്റെ അടുത്തേക്ക് വന്നിട്ട് പരിചയപ്പെട്ടു. എന്നിട്ട് അയാൾ അവനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗലി നീ മരിച്ചതായിരുന്നു. നിന്നെ ഇപ്പം ഞങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. നിന്നെ പോലുള്ള കേസുകൾ പറയുന്നത് NDE എന്നാണ്, അതായത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. നീ മരിച്ച സമയത്ത് നീ ഒരു വെളുത്ത പ്രകാശം കണ്ടിട്ടില്ലായിരുന്നു. അതിനെ തുറന്ന് ഒരു ടണലിന്റെ അകത്തേക്ക് നീ പോയിട്ടില്ലായിരുന്നു. അയാൾ അത് പറയുമ്പോൾ അവൻ അത്ഭുതമായി. നിങ്ങൾക്ക് ഇതെങ്ങനെ അറിയാം എന്നാണ് അവന്റെ ചോദ്യം. അതേക്ക് അയാൾ പറയുന്നത് ഈ NDE കേസിലാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ പോലത്തെ പല ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം നിന്റെ ഇതേപോലത്തെ എക്സ്പീരിയൻസ് ആണ്. അയാൾ അത് പറഞ്ഞു കഴിയുമ്പോൾ അവൻ ചോദിക്കുന്നത് അല്ല നിങ്ങളുടെ ശരീരത്തിന് ചുറ്റുമായിട്ട് ഞാനൊരു വെളുത്ത പ്രകാശം കാണുന്നുണ്ടല്ലോ, അതെന്താണ് സംഭവം? അതൊരു പക്ഷെ നിന്റെ തോന്നലായിരിക്കും. നീ ഇപ്പോൾ എഴുന്നേറ്റിട്ടല്ലേ ഉള്ളൂ, പതുക്കെ അതൊക്കെ മാറിക്കോളും. അയാൾ അത് പറയുമ്പോഴും അയാൾക്ക് ചുറ്റുമായിട്ട് ആ പ്രകാശവും കാണുന്നുണ്ട്. പക്ഷെ അതൊരു നേരത്തെ പ്രകാശമാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം അവൻ ഓഫീസിൽ പോയി തുടങ്ങി. എന്നാൽ അവന് മര്യാദയ്ക്ക് ഓഫീസിൽ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം അവിടുത്തെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ നിന്നൊക്കെ ആ ഇന്റർഫിയറൻസ് വരുന്നുണ്ട്. അത് തീരെ താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവൻ വേഗം അവന്റെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും അവന് ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ സമയം നോക്കുമ്പോൾ ഒരാളിപ്പം ഒരു റേഡിയോ ഓൺ ആക്കിയിട്ട് അവിടെ മാജിക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ സമയം ആ റേഡിയോയിൽ നിന്നും ആ ശബ്ദം കേട്ടു. അവനിപ്പം അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ അതിനിടയിലാണ് അവന്റെ അടുത്തുകൂടെ ഒരാൾ ഹെഡ്സെറ്റും വെച്ച് പോകുന്നത്. ഇപ്പൊ അവൻ നോക്കുമ്പോൾ അയാളുടെ അടുത്ത് ശബ്ദം കേൾക്കുന്നുണ്ട്. മാത്രമല്ല അതിനെ ഫോൺ ചെയ്ത് നടക്കുന്ന ആൾക്കാരിൽ നിന്നൊക്കെ അവൻ ആ ശബ്ദം കേൾക്കുന്നുണ്ട്. അത് തന്നെ അവൻ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവൻ മറ്റൊരു കാര്യം കാണുന്നത്. അവിടുത്തെ ലോണിലായിട്ട് ഒരമ്മ അവരുടെ കുട്ടിയും കൊണ്ട് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ അമ്മയുടെ ശരീരത്തിന് ചുറ്റുമായിട്ട് മാത്രം അവൻ ആ വെള്ളപ്രകാശം കണ്ടു. പക്ഷെ ഇത് കുറച്ചുകൂടെ കട്ടിയുള്ളതാണ്. ഇതൊക്കെ കണ്ട് അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൻ ഉടനെ തന്നെ ആ ഡോക്ടറെ കാണാൻ പോയി. ഈ സമയത്തും അയാളുടെ ശരീരത്തിന് ചുറ്റുമായിട്ട് അവൻ ആ നേരത്തെ പ്രകാശം കാണുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് അവനിപ്പോൾ പറയുന്നില്ല. അവൻ പറയുന്നത് അവൻ നേരത്തെ കണ്ട ആ പ്രകാശത്തെക്കുറിച്ചും അവൻ കേട്ട ആ ഇലക്ട്രോണിക് സൗണ്ടിനെ കുറിച്ചുമാണ്. അവൻ ആ കാര്യം പറയുമ്പോൾ അയാൾക്ക് ശരിക്കും അത്ഭുതമായി. അയാളിപ്പോൾ അവനെയും വിളിച്ചുകൊണ്ട് ഒരു റൂമിൻ്റെ അകത്തേക്ക് നടക്കുകയാണ്. നടക്കുന്ന വഴിക്ക് അവൻ കേട്ട ആ ശബ്ദത്തെക്കുറിച്ച് അയാൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ആ ശബ്ദത്തിന് പറയുന്നത് EVP എന്നാണ്, ഇലക്ട്രോണിക് വോയിസ് ഫിനോമിന. പിന്നെ നീ കണ്ടു എന്ന് പറയുന്ന ആ വെള്ള പ്രകാശം ഉണ്ടല്ലോ, അതെല്ലാം ഈ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഈ വൈറ്റ് നോയ്സിന്റെ ഒരു പാർട്ടാണ്. ഞാനിപ്പം ഈ EVP യെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്താണ് സംഭവം എന്ന്. ഈ EVP എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതൊരു റെക്കോർഡിംഗ് ആണ്. അതായത് മരിച്ച ആൾക്കാരുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് TVയിലും റേഡിയോയിലും ഒക്കെ കാണും. അതിനെ നമുക്ക് ഡീട്യൂൺ ചെയ്തെടുക്കാനും പറ്റും. ചില ആൾക്കാർ വിശ്വസിക്കുന്നത് ഈ EVP എന്ന് പറയുന്നത് മരിച്ച ആൾക്കാർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു തെളിവായിട്ടാണ്. എന്നാൽ ചില ആൾക്കാർ പറയുന്നത് അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ചാർജ് ആണെന്നാണ്. എന്നാൽ വേറെ ചില ആൾക്കാർ വിശ്വസിക്കുന്നത് മരിച്ച ആൾക്കാർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ്. പക്ഷെ ഇതിലേതാണ് സത്യം എന്നൊന്നും എനിക്കറിയത്തില്ല. അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ എന്നും പറഞ്ഞ അയാൾ അവനെയും കൂട്ടി അയാളുടെ ഒരു പ്രത്യേക റൂമിലേക്ക് ചെന്നു. ഇവിടെ വെച്ചിട്ടാണ് ഇയാൾ ഈ എക്സ്പെരിമെന്റ് നടത്തുന്നത്. ആ റൂമിലായിട്ട് കുറേയേറെ സ്ക്രീനുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല വേറെയും ചില ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അവിടെ ഉണ്ട്. എബി ഇപ്പം അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം അവൻ നോക്കുമ്പോൾ അവിടുത്തെ ഒരു TV സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ആവുന്നുണ്ട്. അവൻ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ച് നിൽക്കുമ്പോഴാണ് ഒരു സെക്കൻഡ് നേരത്തേക്ക് അതിലൊരു രൂപം തെളിഞ്ഞു വരുന്നത്. പക്ഷെ അത് അവൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ കാര്യം അവൻ അയാളുടെ അടുത്ത് പറയുകയും ചെയ്തു. അവൻ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അയാൾ അവിടെ ഡീട്യൂൺ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് ഡീട്യൂൺ ചെയ്ത് കഴിയുമ്പോൾ അവൻ കണ്ട അതേ രൂപം അയാൾക്കും കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഭയങ്കര അത്ഭുതമായി. അയാളിപ്പോൾ അവനോട് പറയുന്നത്, നീ ഇപ്പം മരിച്ചിട്ട് തിരിച്ചു വന്ന ആളല്ലേ, അതുകൊണ്ട് നിനക്കിപ്പം ഒരു പവർ കിട്ടിയിട്ടുണ്ട്. ഈ ഉപകരണങ്ങളുടെ ഒന്നും സഹായമില്ലാതെ നിനക്ക് ഈ EVP കാണാനും കേൾക്കാനും പറ്റും. അയാൾ അത് പറയുന്നത് കേട്ട് അവൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ പിറ്റേ ദിവസമായി അവനിപ്പോൾ പിന്നെയും ഡോക്ടറെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ അവിടുത്തെ റിസപ്ഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പുലർച്ചെ ഡോക്ടർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ആ കാര്യമാണ് അവളിപ്പോൾ അവൻ്റെ അടുത്ത് പറയുന്നത്. അത് കേട്ടതും അവനൊരു ഞെട്ടലായിരുന്നു. അങ്ങനെ അവൻ വേഗം ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്താണ് അവൻ മറ്റൊരു കാര്യം കാണുന്നത്. അവിടെ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട്. അവനത് എടുത്തു നോക്കുമ്പോൾ അവൻ തലേ ദിവസം അവിടെ ലോണിൽ ഒരു സ്ത്രീ പ്രാവിന് തീറ്റ കൊടുക്കുന്നുണ്ടില്ലായിരുന്നു. ആ ലേഡിയും മരിച്ചുപോയി. അങ്ങനെ അതും കൂടെ ഒന്ന് നോക്കിയതിന് ശേഷം അവൻ നേരെ പോകുന്ന മാട്ടിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് അവൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അവൻ്റെ അടുത്ത് പറഞ്ഞു. അതായത് അവൻ ആരുടെയെങ്കിലും ശരീരത്തിൽ ഈ വെള്ളപ്രകാശം കാണുകയാണെങ്കിൽ അവർ ഉടനെ തന്നെ മരിച്ചു പോകും. ഇപ്പൊ ഡോക്ടറുടെ കാര്യം പറയുകയാണെങ്കിൽ ഡോക്ടർ അവൻ കാണുമ്പോൾ നേരത്തെ രീതിയിലുള്ള പ്രകാശമായിരുന്നു അവൻ കണ്ടത്. അതുകൊണ്ടാണ് അയാൾ മരിക്കാൻ 2 ദിവസം എടുത്തത്. എന്നാൽ ആ ലേഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല തീവ്രമായിട്ടുള്ള പ്രകാശമായിരുന്നു. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് മരിച്ചുപോയത്. പക്ഷെ ആ കാര്യമൊക്കെ അവനിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ മാർട്ടിയാണെങ്കിൽ അതൊന്നും വിശ്വസിക്കുന്നില്ല. എബി ഇതൊക്കെ നിന്റെ തോന്നൽ മാത്രമാണ്, വെറുതെ നീ ഇതിന്റെ പിന്നാലെ പോകാൻ നിൽക്കില്ലേ, നിനക്ക് ഭ്രാന്ത് പിടിക്കത്തേ ഉള്ളൂ എന്നാണ് മാർട്ടി പറയുന്നത്. അങ്ങനെ മാർട്ടിയെ കണ്ടതിന് ശേഷം അവനിപ്പോൾ സിറ്റിയിലൂടെ നടക്കുകയാണ്. ഈ സമയത്താണ് അവൻ വേറൊരു കാര്യം കാണുന്നത്. ഒരച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒരു ചെറിയ പെൺകുട്ടി അതിനെ നടന്നു വരുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ ദേഹത്തും നല്ല തീവ്രമായിട്ടുള്ള പ്രകാശം അവൻ കണ്ടു. അങ്ങനെ അവരെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തുമ്പോൾ ഒരുത്തിനിപ്പോൾ സൈക്കിളിൽ അവൻ്റെ അടുത്ത് കൂടെ വന്നു. അവനെ ഇടിക്കേണ്ടതായിരുന്നു അയാൾ. ഈ സമയം അവൻ്റെ ശരീരത്തിലും ആ പ്രകാശം അവൻ കാണുന്നുണ്ട്. അങ്ങനെ അടുത്തായിട്ട് അവൻ നേരെ പോകുന്നത് ഒരു ഷോപ്പിലേക്കാണ്. ഈ സമയം അവിടെ ഒരു കപ്പിൾ നിൽക്കുന്നുണ്ട്. അവരുടെ ശരീരത്തിലും ആ പ്രകാശം കാണുന്നുണ്ട്. ഇതൊക്കെ കൂടെ ആകുമ്പോൾ അവന് വല്ലാതെ ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോൾ അവൻ ജോഗിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവൻ നടന്ന് ഒരു റെയിൽവേ പാളത്തിൻ്റെ അടുത്തെത്തി. അവിടുത്തെ ഒരു പാലത്തിൽ നിൽക്കുമ്പോഴാണ് അവനൊരു കാഴ്ച കാണുന്നത്. ഒരു വയസ്സായ ആള് ഒരു കാർട്ടും തള്ളിക്കൊണ്ട് ഇപ്പം ആ റെയിൽപാളം ക്രോസ് ചെയ്യാണ്. പക്ഷെ അയാൾക്ക് ആ വണ്ടി മുന്നോട്ട് തള്ളാൻ പറ്റുന്നില്ല. ഈ സമയമാകുമ്പോഴേക്ക് ട്രെയിനും അങ്ങോട്ടെത്തി. അയാൾ മാറാത്ത കാണുമ്പോൾ അവൻ വേഗം തന്നെ ഇറങ്ങിയിട്ട് അയാളെ രക്ഷിക്കാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് ഓടുകയാണ്. എന്നാൽ ആ മനുഷ്യൻ്റെ കാലാണെങ്കിൽ അവിടെ കുടുങ്ങിപ്പോയി. അയാൾക്ക് അവിടെ നിന്ന് മാറാൻ പറ്റുന്നില്ല. അങ്ങനെ എബി അയാളുടെ അടുത്തേക്ക് ഓടിയെത്തുമ്പോഴേക്കും ട്രെയിൻ അയാൾ ഇടിച്ച് തെറിപ്പിച്ചു. അതുകൊണ്ട് അവനാണെങ്കിൽ വല്ലാത്ത നിരാശയിലാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയതിനു ശേഷം എബി ഇപ്പം നല്ല ഉറക്കത്തിലാണ്. അതിനിടയിലാണ് താഴെ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവൻ ഉടനെ തന്നെ താഴേക്ക് ഇറങ്ങി ഏറ്റവും ഒരു വടിയോ എടുത്തിട്ട് അവിടേക്ക് സെർച്ച് ചെയ്യാണ്. ഈ സമയം അവൻ നോക്കുമ്പോൾ അവിടെ TV ഓൺ ആയിട്ടുണ്ട്. എന്നാൽ അവിടെ ആരും കാണുന്നില്ല. അങ്ങനെ അവൻ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. പെട്ടെന്നാണ് ഒരു രൂപം അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അത് കണ്ടതും അവൻ പുറകിലേക്ക് പോയി. എന്നാൽ ഈ സമയം വേറെയും 2 രൂപങ്ങൾ കൂടെ അവൻ്റെ അടുത്തേക്ക് വന്നു. അത് കണ്ടതും അവൻ ആ വടി വെച്ചൊരു വീശാണ്. എന്നാൽ ആ അടി കൊള്ളുന്നത് ആ TVക്കിട്ടാണ്. പിന്നീട് അവൻ നോക്കുമ്പോൾ ആ രൂപങ്ങൾ അവിടെ കാണുന്നുമില്ല. അങ്ങനെ അവൻ വേഗം തന്നെ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് അവനിപ്പം മാർട്ടിയെ കാണാൻ പോവാണ്. എന്നാൽ കുറെ പോയി ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് അവിടെ കേടായി കിടക്കുന്ന ഒരു വാൻ അവൻ കാണുന്നത്. അത് നന്നാക്കിക്കൊണ്ട് അതിനിടയിലായിട്ട് അതിൻ്റെ ഡ്രൈവറും കിടക്കുന്നുണ്ട്. പ്രായമായിട്ടുള്ള ഒരാളാണ്.
പക്ഷെ അവൻ നോക്കുമ്പോൾ അയാളുടെ ദേഹത്തായിട്ട് ആ വെള്ള പ്രകാശം കാണുന്നുണ്ട്. അതിൽ നിന്നും അയാൾ ഉടനെ തന്നെ മരിക്കും എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് അവൻ വണ്ടി നിർത്തിയിട്ട് അയാളുടെ അടുത്തേക്ക് ചെന്നു. പക്ഷെ അവൻ പറഞ്ഞിട്ട് അയാൾ വെളിയിലേക്ക് ഇറങ്ങി വരുന്നില്ല. അയാൾ അങ്ങനെ ഇട്ടിട്ട് പോകാൻ അവനെ കൂടെ തോന്നുന്നില്ല. അതുകൊണ്ട് അവൻ അയാളെ ബലം പ്രയോഗിച്ചിട്ട് പുറത്തേക്ക് പിടിച്ച് വലിക്കുകയാണ്. എന്നാൽ അയാൾക്കാണെങ്കിൽ ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. അയാളിപ്പോൾ ഒരു സ്പാനർ എടുത്തിട്ട് അവൻ അടിക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്നൊരു കാർ അയാൾ ഇടിക്കാൻ വരുന്നത്. എന്നാൽ ആ കാർ അയാൾ ഇടിക്കുമ്പോഴേക്കും എബി അയാളെ പിടിച്ച് മാറ്റി. അങ്ങനെ ആ കാറ് വന്ന് ഇടിക്കുന്നത് ആ വാനിനിട്ടാണ്. ഈ സമയം എബി നോക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് ആ വെള്ള പ്രകാശം അപ്രത്യക്ഷമായി. ഇനിയിപ്പോൾ ഉടനെ തന്നെ അയാൾ മരിക്കത്തില്ല എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവന് വല്ലാത്തൊരു ആശ്വാസവുമായി. അങ്ങനെ എബി ഇപ്പം തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് എത്തി. അവൻ്റെ വീടിൻ്റെ കണ്ണാടിയുടെ അടുത്തായിട്ട് അവൻ്റെ ഭാര്യയുടെയും മകൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അവനിപ്പോൾ അതിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നത് ഞാൻ ഇന്നൊരാളുടെ ജീവൻ രക്ഷിച്ചു എന്നാണ്. അത്രയും പറഞ്ഞതിന് ശേഷം അവനൊരു കത്തി വെച്ച് ആ കണ്ണാടിയിൽ തന്നെ 1 എന്ന് മാർക്ക് ചെയ്തു. അതായത് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വെളുത്ത പ്രകാശം വരുന്നുണ്ട്. അതവൻ കാണുന്നില്ല. അങ്ങനെ ആ പരിപാടിയൊക്കെ തീർത്തതിന് ശേഷം അവനിപ്പോൾ അവൻ്റെ ഭാര്യയുടെയും മകൻ്റെയും ആ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം അവനൊരു ശീലമായിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി എബി ഇപ്പം സിറ്റിയിലൂടെ അങ്ങനെ നടക്കുകയാണ്. അതിനിടയിലാണ് അവിടെ വെച്ചിരിക്കുന്ന TV-യിൽ ആ ഇന്റർഫിയറൻസ് അവൻ കാണുന്നത്. അതിൽ നിന്നും അപ്പോൾ ഈ പരിസരത്തുള്ള ആരോ മരിക്കാൻ പോകുന്നുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് അത് ആരാണ് എന്ന് അവൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് കുറച്ച് അപ്പുറത്തായിട്ടുള്ള ഒരു ബ്രിഡ്ജിന്റെ മുകളിലായിട്ട് ഒരു കപ്പിൾ നിൽക്കുന്ന അവൻ കാണുന്നത്. അതിൽ ആ ബോയ് ഫ്രണ്ടിന്റെ ശരീരത്തിലാണ് അവൻ ആ പ്രകാശം കാണുന്നത്. അങ്ങനെ എബി വേഗം തന്നെ ആ ബ്രിഡ്ജിലേക്ക് ഓടി. ഈ സമയം ആ കപ്പിളാണെങ്കിൽ അവരുടെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് പിരിയാൻ തുടങ്ങായിരുന്നു. അതിനിടയിലാണ് അതിലേ വരുന്ന ഒരുത്തിന്റെ ദേഹത്ത് അവൾ ചെന്നിടിക്കുന്നത്. അവൾ അറിയാണ്ട് തട്ടിയതാണെങ്കിലും അവനത് സീരിയസ് ആക്കി എടുത്തു. ആ പയ്യനിപ്പോൾ വൃത്തികെട്ട രീതിയിലാണ് ആ പെണ്ണിനോട് സംസാരിക്കുന്നത്. അവളുടെ ബോയ് ഫ്രണ്ടിനാണെങ്കിൽ അത് ഇഷ്ടപ്പെടുകയും ചെയ്തില്ല. അവനിപ്പോൾ അതിൽ കയറി ഇടപെട്ടു. അതിനെ തുടർന്ന് അമ്മരെല്ലാവരും കൂടെ ബോയ് ഫ്രണ്ടിനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. ഇടിച്ചിടിച്ച് അവന്റെ മൂക്കുന്ന് ചോരയൊക്കെ വരുന്നുണ്ട്. ഈ സമയത്താണ് എബി ആ ബ്രിഡ്ജിലേക്ക് വരുന്നത്. എബി അങ്ങോട്ട് ഓടി വരുന്ന കാണുമ്പോൾ ആ ഇടിക്കുന്നവന്മാരുടെ ശ്രദ്ധ എബിയുടെ അടുത്തേക്കായി. അത് കണ്ടതും ആ ബോയ് ഫ്രണ്ട് ചാടി എഴുന്നേറ്റു. എന്നിട്ട് അവൻ മറ്റവനെ ഇടിക്കാൻ പോകുമ്പോഴാണ് മറ്റവൻ ആ ബോയ് ഫ്രണ്ടിനെ പിടിച്ചിട്ട് ആ ബ്രിഡ്ജിൽ നിന്ന് താഴേക്ക് ഇടുന്നത്. പക്ഷെ അവൻ താഴേക്ക് വീഴാൻ പോകുമ്പോഴേക്കും എബി വന്നിട്ട് അവനെ പിടിച്ചു. ഈ സമയം ബാക്കിയുള്ളവരാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ എബി കഷ്ടപ്പെട്ട് അവൻ ആ ബ്രിഡ്ജിലേക്ക് തന്നെ വലിച്ചു കയറ്റി. അങ്ങനെ അവനെ താഴെ ഇരുത്തി കഴിഞ്ഞ് എബി നോക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്നും ആ പ്രകാശം അപ്രത്യക്ഷമായി. അതുകൊണ്ട് തന്നെ അവൻ ആശ്വാസവുമായി. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം അവനിപ്പോൾ ആ കണ്ണാടിയിലായിട്ട് 2 എന്ന് മാർക്ക് ചെയ്യുകയാണ്. അതായത് 2 ജീവൻ അവൻ പരീക്ഷിച്ചു. അങ്ങനെ പിറ്റേ ദിവസമായി എബി ഇപ്പം ഹോസ്പിറ്റലിലേക്കാണ് പോയിരിക്കുന്നത്. അവൻ അന്ന് രക്ഷിച്ച ആ പെണ്ണിന്റെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവനിപ്പം ഈ ഹോസ്പിറ്റലാണ് കിടക്കുന്നത്. അവനെ കാണാനാണ് എബി പങ്കു ചെന്നിരിക്കുന്നത്. അങ്ങനെ എബി ഇപ്പം അവന്റെ കാര്യം അവിടുത്തെ ഡോക്ടറുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് അവൻ ആ ഇന്റർഫിയറൻസ് കേൾക്കുന്നത്. അതിനെ തുടർന്ന് അവൻ ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. അതിനെ നടക്കുമ്പോൾ അവൻ അവിടുത്തെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ആരുടെ ശരീരത്തിലും ആ പ്രകാശം അവൻ കാണുന്നില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത് എന്നും ചിന്തിച്ചുകൊണ്ടാണ് അവനിപ്പോൾ മുന്നോട്ട് നടക്കുന്നത്. അങ്ങനെ കുറെ നടന്ന് ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ട്യൂബിന് ഒരു കംപ്ലൈന്റ് അവൻ കാണുന്നുണ്ട്. അതിന്റെ അപ്പുറത്തായിട്ട് ഒരാൾ അത് നിന്ന് നന്നാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ അതിലേക്കൊന്ന് നോക്കിയതിന് ശേഷം അവൻ തിരിച്ചിറങ്ങാൻ വേണ്ടി അവിടുത്തെ ലിഫ്റ്റ് തുറക്കുമ്പോഴാണ് ആ ലിഫ്റ്റിനകത്തുനിന്നും ഒരു രൂപം അവൻ്റെ അടുത്തേക്ക് വരുന്നത്. അതിനെ കണ്ടതും അവൻ ഞെട്ടിപ്പോയി. എന്നാൽ അടുത്ത സെക്കൻഡിൽ ആ രൂപ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഈ സമയത്താണ് അവിടുത്തെ CCTV-യിലായിട്ട് അവനൊരു കാര്യം കാണുന്നത്. അതൊരു ലേഡിയായിരുന്നു. അവളിപ്പം ആ ഹോസ്പിറ്റലിൽ നിന്നും അവിടെ കാർ എടുക്കാൻ വേണ്ടി പാർക്കിങ്ങിലേക്ക് പോവാണ്. ആ ലേഡിയുടെ ദേഹത്തായിട്ട് ആ പ്രകാശം അവൻ കാണുന്നുണ്ട്. അത് കണ്ടതും അവൻ ആ ലേഡിയുടെ പുറകെ പോവാണ്. ഈ സമയം ലേഡിയാണെങ്കിൽ ഇപ്പം പാർക്കിംഗ് സ്ഥലത്തേക്ക് എത്തി. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ നേഴ്സാണ് ഷെറി. അവൾ അവളുടെ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ഒരുത്തൻ വന്നിട്ട് അവളെ പിടിക്കുന്നത്. അയാളിപ്പോൾ അവളെ പിടിച്ചിട്ട് ഒരു കത്തി വെച്ചിട്ട് അവളെ കുത്താൻ തുടങ്ങുമ്പോഴാണ് എബി അങ്ങോട്ട് ഓടിയെത്തുന്നത്. അങ്ങനെ വന്ന ഉടനെ തന്നെ എബി അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ നേരത്തെ ഫൈറ്റിനിടയിൽ അയാൾ അവരെ വിട്ടിട്ട് ഒരു വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഈ സമയത്താണ് അത് ഷെറി എന്ന് പറഞ്ഞ നേഴ്സാണ് എന്ന കാര്യം അവനും മനസ്സിലാവുന്നത്. അങ്ങനെ അവൻ താഴേക്ക് വീണ അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു. അതിൽ അവൻ്റെ ആനിവേഴ്സറിക്ക് അവൻ്റെ വൈഫ് കൊടുത്ത ആ വാച്ചും ഉണ്ടായിരുന്നു. അതിപ്പോൾ പൊട്ടിപ്പോയി. ഈ സമയം ഷെറി പറയുന്നത് നിന്റെ ദേഹത്ത് കുറെ മുറിവുകളുണ്ട്, ഇതൊക്കെ ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവനെയും വിളിച്ചുകൊണ്ട് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവാണ്. എന്നിട്ട് അവൻ്റെ മുറിവിലൊക്കെ മരുന്ന് വെക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവളുടെ കഴുത്തിലെ മാലയിലായിട്ട് റിങ് കിടക്കുന്നുണ്ട്. ഇത് ആരുടേതാണ് എന്നാണ് അവൻ ചോദിക്കുന്നത്. അതേക്കുന്ന അവൾ പറയുന്നത് ഇതെന്റെ ഹസ്ബൻഡിൻ്റെതാണ്, പുള്ളി ഇപ്പം മരിച്ചുപോയി, അതുകൊണ്ടാണ് ഞാനിത് കഴുത്തിലിട്ട് നടക്കുന്നത് എന്നാണ് അവൾ ഇതിന് മറുപടി പറയുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എബി ഇപ്പം അവൻ്റെ വീട്ടിലേക്ക് എത്തി. ചെന്ന ഉടനെ തന്നെ ആ കണ്ണാടിയിലായിട്ട് അവൻ 3 എന്ന് മാർക്ക് ചെയ്തു. മാത്രമല്ല ആ പൊട്ടിയ വാച്ച് എടുത്തിട്ട് അവൻ അവിടെ തൂക്കിയിടുകയും ചെയ്തു. അങ്ങനെ ആ പരിപാടിയൊക്കെ തീർത്തതിന് ശേഷം പതിവ് പോലെ തന്നെ അവൻ അവൻ്റെ ഭാര്യയുടെയും മകൻ്റെ ആ വീഡിയോസ് കാണാണ്. ഇത്തവണത്തെ വീഡിയോയിൽ റെബേക്ക അവൻ്റെ മകനും കൂടെ കാറിൽ എങ്ങോട്ടോ പോകുന്നതാണ്. എന്നാൽ ഈ സമയത്താണ് അവരുടെ കാറിന് മുമ്പിലേക്ക് ഒരുത്തം വരുന്നത്. അയാളെ കണ്ടതും എബി ഞെട്ടിപ്പോയി. അത് അവരെ കൊന്നു കളഞ്ഞ ഹെൻറി ആയിരുന്നു. അത് കണ്ടതും അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് പ്രിന്റിങ്ങിനിടാണ്. അങ്ങനെ അത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ അവൻ്റെ ഭാര്യ മരിച്ചതിനെ കുറിച്ചുള്ള പേപ്പർ കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ അതെടുത്ത് നോക്കാൻ തുടങ്ങി. അതിൽ ഹെൻറിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഉണ്ട്. അവൻ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ആ ശബ്ദവും കേൾക്കുന്നത്. അതിനെ തുടർന്ന് അവൻ ആ പ്രിന്ററിലേക്ക് നോക്കുമ്പോൾ അതിൽ നിന്നും ഹെൻറിയുടെ കുറേ ഫോട്ടോസ് പ്രിന്റ് ആയിട്ട് വരുന്നുണ്ട്. അത് കണ്ട് സംശയം തോന്നുന്നു അവൻ എഴുന്നേറ്റിട്ട് ആ പ്രിന്ററിന്റെ അടുത്തേക്ക് നടന്നു.
എന്നാൽ പെട്ടെന്നാണ് ഒരു ലേഡി അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അവൾ അവന്റെ നെഞ്ചിലേക്ക് കൈവച്ചിട്ട് അവനെ ഷോക്ക് എടുപ്പിക്കുകയാണ്. അതിനെ തുടർന്ന് അവൻ താഴേക്ക് വീഴുകയും ചെയ്തു. പിന്നീട് അവൻ നോക്കുമ്പോൾ ആ രൂപത്തെ അവിടെ കാണുന്നുമില്ല. അങ്ങനെ പിറ്റേ ദിവസമായി എബി ഇപ്പം ആ ഹെൻറിയുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. ആ വീട്ടിലായിട്ട് അയാളുടെ ഭാര്യയുണ്ട്. ഇവളുടെ പേര് ജൂലിയ എന്നാണ്. ഇപ്പൊ എബി അങ്ങോട്ട് വരുമ്പോൾ തന്നെ അവ കാണാൻ മനസ്സിലായി. അതുകൊണ്ട് അവൾ ഇപ്പൊ എബി അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്നിരുന്നതിന് ശേഷം ജൂലിയപ്പം ഹെൻറിയെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ എബിയുടെ അടുത്ത് പറയാൻ തുടങ്ങി. അതായത് അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു, പക്ഷെ ഒരിക്കലും അയാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി. അയാൾ ശരിക്കും മരിച്ചു പോയതാണ്. എന്നാൽ ഡോക്ടർമാർ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. എന്നാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഹെൻറിയുടെ സ്വഭാവം മൊത്തം മാറി. വളരെ വിചിത്രമായിട്ടാണ് അയാൾ പെരുമാറിയിരുന്നത്. അയാൾ എന്നോട് പറഞ്ഞത് അയാൾക്ക് മരിക്കാൻ പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നൊക്കെയായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ എബിയുടെ അടുത്ത് പറയുന്നത്. അതിൽ നിന്നും തന്റെ അതേ അനുഭവം തന്നെയാണ് ഹെൻറിക്കും ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവൾ ഇപ്പോൾ എബിയെയും കൂട്ടി ഹെൻറിയുടെ റൂമിലേക്ക് ചെന്നു. എന്നിട്ട് അവനെ അവിടെ ആക്കിയിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് അവൾ വെളിയിലേക്ക് പോയി. ഈ സമയം എബി ആ റൂമിൻ്റെ അകത്ത് നോക്കുമ്പോൾ അവിടെ കുറെ കമ്പ്യൂട്ടർ സ്ക്രീനുകളുണ്ട്. അതൊക്കെ മൂടിയിട്ടിരിക്കുകയാണ്. മാത്രമല്ല മരിച്ച ആൾക്കാരുടെ ഇഷ്ടം പോലെ പേപ്പർ കട്ടിങ്സ് അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ അവൻ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതെല്ലാം നോക്കിയതിന് ശേഷം അവനടുത്തൊരു കമ്പ്യൂട്ടർ ഓണാക്കി. ആ കമ്പ്യൂട്ടറിൽ കാണിച്ചിരിക്കുന്നത് സാത്താനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അത് നോക്കിയതിന് ശേഷം അവൻ അടുത്തായിട്ട് നോക്കുന്നത് അവിടെ വെച്ചിരിക്കുന്ന ഹെൻറിയുടെ ഡയറിയിലേക്കാണ്. ആ ഡയറിയുടെ മുകളിലായിട്ട് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളൊരാളുടെ ജീവൻ രക്ഷിക്കുകയാണെങ്കിൽ പിന്നീട് അയാളുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമുക്കായിരിക്കുമെന്ന്. അങ്ങനെ അതിലേക്കൊന്ന് നോക്കിയതിന് ശേഷം അടുത്തായിട്ട് അവൻ അവിടെ ഇരിക്കുന്ന ഒരു ബൈബിൾ എടുത്തു. ആ ബൈബിളിന്റെ മുകളിലായിട്ട് ഇ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ബൈബിൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതിനകത്തായിട്ട് 5 വരകൾ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നും ഹെൻറി 5 ആൾക്കാരെ രക്ഷിച്ചിട്ടുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. ആ വരകൾക്ക് അടുത്തായിട്ട് തന്നെ അവൻ രക്ഷിച്ച ആൾക്കാരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതിലേറ്റവും അവസാനത്തേത് ഈ എബിയുടെ ഭാര്യയുടെ മകന്റെ പേരാണ്. അങ്ങനെ അതും കൂടെ ഒന്ന് നോക്കിയതിന് ശേഷം അവനിപ്പോൾ ഹെൻറിയുടെ ഡയറി എടുത്തു. എന്നിട്ട് ആ ഡയറി ഓപ്പൺ ചെയ്യുമ്പോൾ അതിലിങ്ങനെ ഇമ്പോസിഷൻ പോലെ നേരത്തെ കണ്ട ആ വാചകം എഴുതിയിരിക്കുകയാണ്. നമ്മളൊരാളുടെ ജീവൻ രക്ഷിക്കുകയാണെങ്കിൽ അയാളുടെ റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. അങ്ങനെ അതൊക്കെ അവൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ കമ്പ്യൂട്ടർ സ്ക്രീനുകളൊക്കെ ഓണാവുന്നത്. പിന്നീട് അവൻ കാണുന്നത് 4 ആത്മാക്കളെയാണ്. ആ ആത്മാക്കളെല്ലാം കൂടി ചേർന്നിട്ട് ആ കമ്പ്യൂട്ടർ മൊത്തത്തിൽ അങ്ങോട്ട് നശിപ്പിച്ചു കളഞ്ഞു. ഇതൊക്കെ കണ്ട എബി ആണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോയി. ഈ സമയത്താണ് ജൂലി അകത്തേക്ക് വരുന്നത്. ജൂലിയെ കാണുമ്പോൾ അവൻ ചോദിക്കുന്നത് ആ ബൈബിളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഇ എന്താണെന്നാണ്. പക്ഷെ അതിനെക്കുറിച്ച് അവൾക്കൊന്നും അറിയത്തില്ല. അവൾ അത് പറയുമ്പോൾ എന്താ പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്നാണ് അവൻ്റെ ചോദ്യം. അതേക്കെന്ന് ജൂലി പറയുന്നത് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോന്നാണ്. അത്രയും പറഞ്ഞതിന് ശേഷം അവൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഹെൻറി നിങ്ങളുടെ ഭാര്യയും മകനെയും കൊന്നതിന് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. എന്തുകൊണ്ടാണ് അയാൾ അത് ചെയ്തത് എന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അയാൾ ചെയ്യാൻ പോകുന്നതെന്നും എനിക്കറിയത്തില്ല എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഡൗട്ടായി. എന്തൊക്കെയാണ് ഇനി അയാൾ ചെയ്യാൻ പോകുന്നതെന്നോ? ഹെൻറി മരിച്ചില്ലേ എന്നാണ് അവൻ്റെ ചോദ്യം. ഈ സമയത്താണ് അവൾ ആ ഞെട്ടിക്കുന്ന സത്യം പറയുന്നത്. ഹെൻറി ഇതുവരെയായിട്ട് മരിച്ചിട്ടില്ല. അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചെങ്കിലും അയാളുടെ ജീവൻ രക്ഷപ്പെട്ടു. അയാളിപ്പോൾ ഒരു മെന്റൽ ഹോസ്പിറ്റലാണുള്ളത് എന്നാണ് അവൾ പറയുന്നത്. അതിനെ തുടർന്ന് എബി വേഗം മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ എബി ഇപ്പോൾ ഹെൻറിയെ പൂട്ടിയിട്ടിരിക്കുന്ന അയാളുടെ റൂമിലേക്ക് എത്തി. എന്നിട്ട് അവനിപ്പോൾ അയാളുടെ അടുത്ത് ചോദിക്കുന്നത് നീ എന്തിനാണ് എൻ്റെ ഭാര്യയും മകനെയും കൊന്നതെന്നാണ്. അത് കേട്ടതും അയാൾ ഇപ്പോൾ എബിയുടെ അടുത്തേക്ക് തിരിഞ്ഞു. അന്ന് ആ വെടിവെച്ചതിനെ തുടർന്ന് അയാളുടെ മുഖത്തിന്റെ ഒരു ഭാഗം മൊത്തം പോയിട്ടുണ്ട്. അയാളിപ്പോൾ അവരോട് പറയുന്നത് നമ്മളൊരാളെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ കൊന്നത്. ഇനി നീ ആരെങ്കിലും രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നീ അവരെ കൊല്ലുന്നതാണ് നിനക്ക് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ മരിച്ചവരും നിന്നെ വെറുതെ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു വാചകം കൂടെ പറയുന്നുണ്ട്, ട്രയമേര. അത്രയും പറഞ്ഞിട്ട് ഹെൻറി ഇപ്പോൾ അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എബിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് ആ ഹോസ്പിറ്റലിൽ ആൾക്കാർ വന്നിട്ട് ആ ഹെൻറി അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നത്. ഈ സമയം ഹെൻറി ഇങ്ങനെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ ഒരാളെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കൊന്നു കളയുന്നതായിരിക്കും നിനക്ക് നല്ലത്. അതൊക്കെ കേട്ട് എബി ആണെങ്കിൽ ഒന്നും മനസ്സിലാവേണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ചു വീട്ടിലെത്തിയതിനു ശേഷം എബി ഇപ്പം ആ ഹെൻറിയുടെ ഡയറിയും ബൈബിളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്. ആ പരിശോധനയിൽ ആ ഡയറിയിലായിട്ട് ഒരു കുരിശിങ്ങനെ തല തിരിച്ചു വരച്ചു വെച്ചിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. മാത്രമല്ല അവിടെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, ദ ഡെവിൾ സിഗ്നേച്ചർ എന്ന്. അത് കാണുമ്പോൾ അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബൈബിളിന്റെ കുരിശും ഒന്ന് തല തിരിച്ചു വെച്ചു. അതിൽ നിന്നും ഇപ്പം അവനൊരു കാര്യം മനസ്സിലായി. ആ കുരിശിന്റെ മുകളിലായിട്ട് എഴുതിയിരുന്ന ഈ ഉണ്ടല്ലോ, അത് ഈ അല്ല 3 എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവൻ ചിന്തിക്കുന്നത് ഡെവിൾ സിഗ്നേച്ചറും ഈ 3ഉം തമ്മിൽ എന്താണ് ബന്ധമെന്നാണ്. ഈ സമയത്താണ് പുറത്തുനിന്നാരോ ബെല്ലടിക്കുന്നത്. അവൻ ചെന്ന് വാതിൽ ഓർക്കുമ്പോൾ അത് ഷെറിയായിരുന്നു. അവൾ അവനെ ഡേറ്റിങ്ങിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൾ ആ കാര്യം പറയുമ്പോൾ അവൻ പറയുന്നത്, നോക്ക് ഷെറി, എനിക്കൊരു ഭാര്യയും മകനുണ്ട്, അതുകൊണ്ട് എനിക്കിതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കി. എന്നാൽ അവൾ പറയുന്നത്, നിനക്കൊരു ഭാര്യയും മകനും ഉണ്ടായിരുന്നെന്നും അവർ മരിച്ചു പോയെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. നിന്റെ അതേ അവസ്ഥ തന്നെയാണ് എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. നീ നിന്റെ ഭാര്യയും മകനെ എങ്ങനെയാണോ സ്നേഹിച്ചിരുന്നത് അതുപോലെ തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ നമ്മളെ വിട്ട് പോയി. നമ്മുടെ ജീവിതം ഇനിയും ബാക്കിയാണ്. അതിനെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്നൊക്കെയാണ് ഷെറി പറയുന്നത്. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പം അവൾ പറയുന്നതിൽ കാര്യമുണ്ട് എന്നൊക്കെ അവനും മനസ്സിലായി. ഇനി കാണിക്കുന്നത് എബി ജീവൻ രക്ഷിച്ച ആ ബോയ് ഫ്രണ്ടിനെയാണ്. ഇവന്റെ പേരാണ് കർട്ട്. ഇപ്പൊ എന്തൊക്കെയോ ദുസ്വപ്നം കണ്ടിട്ട് അവനിപ്പോൾ അവന്റെ ബെഡിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. എബിയും ഷെറിയും ഇപ്പോൾ ഒരു ബാറിൽ നിൽക്കുകയാണ്. അവിടെ വെച്ചിട്ട് അവർ പരസ്പരം കിസ് ചെയ്തു. അതിനിടയിലാണ് അവിടുത്തെ ടിവിയിൽ ഒരു ന്യൂസ് കാണിക്കുന്നത്. ഈ എബി കുറച്ചു മുമ്പ് ഒരു വാനിന്റെ അടിയിൽ നിന്നും പ്രായമായ ഒരു മനുഷ്യനെ രക്ഷിച്ചിട്ടില്ലായിരുന്നു.
അയാൾ ആ വാനിൽ കുറെ ആൾക്കാർ ഇടിച്ചു വന്നു. അതിനെക്കുറിച്ചാണ് ആ ന്യൂസിൽ കാണിക്കുന്നത്. അത് കാണുമ്പോൾ എബിക്കൊരു ഞെട്ടലായിരുന്നു. അവനിപ്പോൾ ഷെറിയുടെ അടുത്ത് ഞാൻ നിന്നെ വിളിക്കാമെന്നും പറഞ്ഞിട്ട് വേഗം തന്നെ ആ ബാറിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ അവൻ നേരെ പോകുന്നത് അവന്റെ വീട്ടിലേക്കാണ്. വീട്ടിൽ ചെന്നതിന് ശേഷം അവനിപ്പോൾ ഹെൻറിയുടെ ആ ഡയറി വിശദമായിട്ട് തന്നെ പരിശോധിച്ചു. അവനിപ്പോൾ നോക്കുന്നത് ഹെൻറി ജീവൻ രക്ഷിച്ച ആ 5 ആൾക്കാരുണ്ടല്ലോ, അവരുടെ പേരാണ്. അവരുടെ പേര് എഴുതിയതിന്റെ അപ്പുറത്തായിട്ട് അവരെ രക്ഷിച്ച ഡേറ്റും ഹെൻറി എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് നോക്കിയതിന് ശേഷം അവൻ ആ ബൈബിൾ ഓർന്നു. അതിലൊരു കാര്യം മാർക്ക് ചെയ്തിട്ടുണ്ട്, 3-ാമത്തെ ദിവസം എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതും കൂടെ നോക്കിയതിന് ശേഷം ഇപ്പൊ അടുത്തായിട്ട് ചെയ്യുന്നത് ആ ഹെൻറി ജീവൻ രക്ഷിച്ച ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഡീറ്റെയിൽസ് ഇന്റർനെറ്റിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അത് പരിശോധിച്ചതിൽ നിന്നും അവനൊരു കാര്യം മനസ്സിലായി. ഹെൻറി അവരുടെ ജീവൻ രക്ഷിച്ചതിന് ശേഷം 3-ാമത്തെ ദിവസം അതിൽ ആദ്യത്തെ 4 പേരും കുറെ ആൾക്കാരെ കൊന്നിട്ടുണ്ട്. അതിൽ നിന്നും ഈ 3-ാമത്തെ ദിവസത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. ആ 3-ാമത്തെ ദിവസത്തിനെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം അവന് മനസ്സിലായി, ക്രൈസ്റ്റ് ഉയർത്തെഴുന്നേറ്റത് 3-ാമത്തെ ദിവസമാണ്. പക്ഷെ ഒരിക്കലും ദൈവം കാരണമല്ല അവരാരെയും കൊന്നത്. അതിന്റെ കാരണം ഡെവിളാണ്. പക്ഷെ ഡെവിളും 3-ാമത്തെ ദിവസം തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് അവൻ അടുത്തായിട്ട് ചിന്തിക്കുന്നത്. ആ ഒരു പരിശോധന അവനെ പുരാതനമായ ഗ്രീക്ക് ഭാഷയിലേക്കാണ് കൊണ്ടുവന്നത്. അങ്ങനെ അവൻ ഉടനെ തന്നെ 3rd ഡേയുടെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ എന്താണ് എന്നാണ് ഇന്റർനെറ്റ് ചെക്ക് ചെയ്യുന്നത്. അതിന്റെ റിസൾട്ട് അവനെ ഞെട്ടിച്ചു കളഞ്ഞു. അതിലെഴുതി കാണിക്കുന്നത് ട്രയമേര എന്നാണ്. ഇതേ വാക്കാണ് ആ മെന്റൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഹെൻറി പറഞ്ഞത്. അങ്ങനെ അവൻ അവന്റെ നോട്ടിൽ ട്രയമേര എന്ന് എഴുതി. എന്നിട്ട് അത് ഗ്രീക്ക് ലെറ്റേഴ്സുമായിട്ട് ക്രാക്ക് ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന ഉത്തരം 666 ആണ്, അതായത് ഡെവിളിന്റെ നമ്പർ. അങ്ങനെ ആ ഒരു പരിശോധനയിൽ അവന് മനസ്സിലായത് മരണത്തെ കബളിപ്പിക്കുന്ന മനുഷ്യർക്കൊക്കെ 3-ാമത്തെ ദിവസം ചെകുത്താൻ കയറിയിട്ടുണ്ട്. ഇപ്പോഴാണ് അവന് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാവുന്നത്. അന്ന് ആ റെസ്റ്റോറന്റിൽ വെച്ചിട്ട് ആ തലയിൽ സൗണ്ട് ഉണ്ടായതിനെ തുടർന്ന് അവന്റെ ഭാര്യ എഴുന്നേറ്റിട്ടില്ലായിരുന്നു. ആ സമയത്ത് അവൾ വല്ലാണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ വിറച്ചോണ്ടിരിക്കുമ്പോൾ അവളൊരു വാക്ക് പറഞ്ഞു. അത് അന്ന് അവന് മനസ്സിലായിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ അവനത് മനസ്സിലായി. അവളന്ന് പറഞ്ഞത് ട്രയമേര എന്നായിരുന്നു. അവളത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഹെൻറി വന്നിട്ട് അവളെ ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഹെൻറി അവളെ കൊന്നത് ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവനങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അവളുടെ ദേഹത്തേക്ക് ചെകുത്താൻ കൂടി അവൾ ആ റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും കൊന്നേനെ. ഈ കാര്യങ്ങളൊക്കെ അവനിപ്പോൾ ക്ലിയർ ആയി. ഈ സമയത്താണ് മറ്റൊരു കാര്യം അവന്റെ മനസ്സിലേക്ക് വരുന്നത്. അത് ആ കർട്ടനെ കുറിച്ചിട്ടാണ്. എബി അവനെ രക്ഷിച്ചിട്ട് ഇന്ന് 3-ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് ഇന്ന് അവന്റെ ശരീരത്തിലേക്ക് ചെകുത്താൻ കയറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് അവൻ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു. ഈ സമയം തന്നെ കർട്ടാണെങ്കിൽ അവന്റെ ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയായി. അവൻ വർക്ക് ചെയ്യുന്നത് ഒരു ഹോട്ടലിലാണ്. അങ്ങനെ അവന്റെ സാധനങ്ങൾ എടുത്തു വെക്കുന്നതിന്റെ ഇടയിൽ അവനൊരു തോക്കും കൂടെ അവന്റെ ബാഗിലേക്ക് എടുത്തു വെച്ചു. ഈ സമയം തന്നെ എബി ആണെങ്കിൽ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങാണ്. അതിനു മുമ്പായിട്ട് അവൻ ഷെറിയെ വിളിച്ചു. അവളിപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. എബി ഇപ്പോൾ അവളോട് പറയുന്നത്, നീ എത്രയും പെട്ടെന്ന് ആ കർട്ട് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന ഡീറ്റെയിൽസ് അവിടുന്ന് എടുത്തു തരണമെന്നാണ്. അവളാണെങ്കിൽ ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. എബി ഇപ്പം അവന്റെ കാറിൽ കർട്ട് വർക്ക് ചെയ്യുന്ന ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവൻ അവന്റെ ഫ്രണ്ടായ മാർട്ടിയെ വിളിച്ചു. എന്നിട്ട് കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് പറയാണ്. അങ്ങനെ അവനിപ്പോൾ മാർട്ടിയോട് സംസാരിച്ചുകൊണ്ട് അവിടെ ഒരു ബസ് സ്റ്റോപ്പിന്റെ അടുത്തേക്ക് എത്തി. ഈ സമയം നോക്കുമ്പോൾ ആ ബസ് സ്റ്റോപ്പ് മൊത്തം താർന്നു കിടക്കുകയാണ്. മാത്രമല്ല അവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പം അവന്റെ ഫോണിലായിട്ട് ആ ഇന്റർഫിയറൻസ് വരാൻ തുടങ്ങി. അത് തീരെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ ഫോൺ താഴേക്ക് ഇട്ടു. ഇപ്പൊ അവൻ നോക്കുമ്പോൾ അവന്റെ കാറിന് ചുറ്റുമായിട്ട് കുറെ പ്രേതങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അവറ്റകളിപ്പോൾ അവനോട് പറയുന്നത്, നീ ഒരാളെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കൊന്നു കളയണമെന്നാണ്. അത് കണ്ട് എബി ആണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോയി. എന്നാൽ അടുത്ത സെക്കൻഡിൽ ആ പ്രേതങ്ങളാണെങ്കിൽ അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഈ സമയം തന്നെ കർട്ടാണെങ്കിൽ അവന്റെ ഹോട്ടലിലേക്ക് എത്തി. അവൻ അവിടെ ഇരുന്നിട്ട് പിയാനോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവന്റെ ജോലി. എന്നാൽ അവൻ വായിക്കുന്നത് ഭ്രാന്തമായിട്ടുള്ള രീതിയിലാണ്. അത് അവിടെ ഇരിക്കുന്ന ഗസ്റ്റുകൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട്. ഈ സമയം ഇതെല്ലാം നോക്കിക്കൊണ്ട് അവന്റെ ഗേൾ ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന കാര്യമൊക്കെ മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൻ ഇത് തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ ഒരുത്തം വന്നിട്ട് അവനവിടുന്ന് പിടിച്ചു മാറ്റി. ഈ സമയമാകുമ്പോഴേക്കും എബി ആണെങ്കിൽ ആ ഹോട്ടലിലേക്ക് എത്തി. അവൻ അവിടേക്ക് വന്നിട്ട് നേരെ മുകളിലേക്കാണ് നോക്കുന്നത്. അവനങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ആ വെളുത്ത പ്രകാശം കാണുന്നുണ്ട്. അതിൽ നിന്നും കർട്ട് അവിടെയാണ് ഇരിക്കുന്നതെന്നും അവിടെ കുറെ ആൾക്കാർ മരിക്കാൻ പോവാണെന്നും അവന് മനസ്സിലായി. ഈ സമയം തന്നെ കർട്ടാണെങ്കിൽ അവന് ബാഗിൽ നിന്ന് തോക്കെടുത്തു. അത് കണ്ടതും അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ശരിക്കും പേടിച്ച് നിൽക്കുകയാണ്. അതിനിടയിൽ എബി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവൻ വേഗം ഓടിച്ചെന്നിട്ട് അവിടുത്തെ അലാറം ഓണാക്കി. അങ്ങനെ ആ അലാറത്തിന്റെ സൗണ്ട് വന്നപ്പോൾ ആ കർട്ടന്റെ ശ്രദ്ധ മാറി. ഈ ഒരു അവസരത്തിൽ അവിടുത്തെ ആൾക്കാരൊക്കെ കൂടെ ചേർന്നിട്ട് കർട്ടനെ പിടിച്ചു. അതിനെ തുടർന്ന് അവന്റെ കയ്യിൽ നിന്ന് തോക്ക് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതെല്ലാം കാണുമ്പോൾ കർട്ടന്റെ ഗേൾഫ്രണ്ട് ആണെങ്കിൽ വേഗം മുകളിലേക്ക് കയറാണ്. ഈ സമയം താഴെ നിന്നിട്ട് എബി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ നോക്കുമ്പോൾ ഇപ്പോഴും മുകളിലായിട്ട് ആ വെളുത്ത പ്രകാശം കാണും. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രശ്നങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ അവിടെയുള്ള ആൾക്കാരൊക്കെ കൂടെ ആ കർട്ടന്റെ 2 കൈ ലോക്ക് ചെയ്യാണ്. ഈ സമയം അവന്റെ ഗേൾഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവനെ ലോക്ക് ചെയ്തിട്ട് അവനെ എഴുന്നേൽപ്പിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ ബാക്കിലോട്ട് പോയിട്ട് ആ പിയാനോ തള്ളി താഴേക്കിടുന്നത്. അതിന്റെ കൂടെ അവന്റെ ഗേൾഫ്രണ്ടും വേറൊരാളും താഴേക്ക് വീണു. മാത്രമല്ല ആ പിയാനോ നേരെ ചെന്ന് വീഴുന്നത് താഴെ ഇരിക്കുന്ന കുറെ ആൾക്കാരുടെ മേലേക്കാണ്. അതിൽപ്പെട്ട് അവരെല്ലാവരും മരിക്കുകയും ചെയ്തു. ഈ സമയം മുകളിൽ നിന്ന് കർട്ട് താഴേക്ക് നോക്കുമ്പോൾ അവന്റെ ഗേൾഫ്രണ്ട് അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അതിനെ തുറന്ന് അവൻ അവിടെ കിടക്കുന്ന അവന്റെ ആ തോക്കെടുത്തു. അത് അവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അപ്പോഴേക്കും എബി വന്നിട്ട് അവന്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് എബി ചോദിക്കുന്നത്. അതേക്കുന്ന കർട്ട് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും എന്റെ ജീവൻ രക്ഷിക്കാൻ പാടില്ലായിരുന്നതാണ്. അവൻ അത് പറഞ്ഞു കഴിയുമ്പോൾ എബി ആ തോക്കുമായിട്ട് എഴുന്നേറ്റു. ഈ സമയത്താണ് അവൻ മറ്റൊരു കാര്യം ചിന്തിക്കുന്നത്. അത് ഷെറിയെ കുറിച്ചാണ്.
അവളെ അവൻ രക്ഷിച്ചിട്ട് ഇന്നിപ്പോ 3-ാമത്തെ ദിവസമായി. ഉടനെ തന്നെ അവളുടെ ശരീരത്തിലേക്കും ആ ചെകുത്താൻ കയറും. അതിനു മുമ്പായിട്ട് അവളെ കൊന്നു കളഞ്ഞേ പറ്റൂ. അതാണ് അവനിപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ അവൻ വേഗം തന്നെ അവന്റെ വീട്ടിലേക്ക് എത്തി. എന്നിട്ട് അവിടെയുള്ള ആ കണ്ണാടി മൊത്തം അവൻ തല്ലിപ്പൊട്ടിച്ചു. അങ്ങനെ അതൊക്കെ തല്ലിപ്പൊടിച്ച് കഴിയുമ്പോഴാണ് അവിടെ കിടക്കുന്ന അവന്റെ ആ പൊട്ടിയ വാച്ച് അവന് കിട്ടുന്നത്. അവൻ അതിലേക്ക് നോക്കുമ്പോൾ 7:30-ക്കാണ് ആ വാച്ച് നിന്നു പോയിരിക്കുന്നത്. അതിൽ നിന്ന് ഇന്ന് 7:30 ഷെറിയുടെ ശരീരത്തിലേക്ക് ആ ചെകുത്താൻ കയറും എന്ന കാര്യം അവന് മനസ്സിലായി. കാരണം അവൻ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന സമയത്താണല്ലോ ആ വാച്ച് പൊട്ടിപ്പോയത്. അങ്ങനെ അവൻ വേഗം തന്നെ അവന്റെ കാർ എടുത്തിട്ട് ഷെറിയുടെ അടുത്തേക്ക് പോവാണ്. ഇന്ന് അവളുടെ ഹസ്ബൻഡിന്റെ ഓർമ്മ ദിവസം ആയതുകൊണ്ട് ഇന്ന് പള്ളിയിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അവൾ അവിടെ ഉണ്ടാവും എന്ന കാര്യം അവൻ അറിയാം. അതുകൊണ്ട് അവൻ അങ്ങോട്ടാണ് പോകുന്നത്. ഈ സമയം അവൻ അവന്റെ വണ്ടിയിൽ ടൈം നോക്കുമ്പോൾ 6:15 ഇതിൽ കാണിക്കുന്നത്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ആ പള്ളിയിലേക്ക് എത്തി. അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ കുറെ കുട്ടികൾ സ്റ്റേജിൽ നിന്നിട്ട് പാടുന്നുണ്ട്. അതിനടുത്തായിട്ടാണ് ഷെറി നിൽക്കുന്നത്. അങ്ങനെ അവൻ വേഗം അവളുടെ അടുത്ത് ചെന്നിട്ട് അവളെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അവൾ അവന്റെ കൂടെ പോകാൻ കൂട്ടാക്കുന്നില്ല. എന്താണ് കാര്യം, ഇവിടെ വെച്ച് പറ. അവളങ്ങനെ നിർബന്ധം പിടിക്കുന്ന കാണുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും നിന്റെ ജീവൻ രക്ഷിക്കാൻ പാടില്ലായിരുന്നതാണ്. അവൻ അത് പറഞ്ഞു കഴിയുമ്പോൾ അവൾക്കൊരു ഞെട്ടലായിരുന്നു. ഈ സമയത്താണ് അവൻ അവളെ പിടിച്ചു കണ്ട് ബാക്കി എല്ലാവരും അങ്ങോട്ട് വരുന്നത്. അവർ വേഗം തന്നെ അവൻ ആ പള്ളിയിൽ നിന്ന് പുറത്താക്കുകയാണ്. അങ്ങനെ അവൻ ആ പള്ളിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് അവൻ കാണുന്നത്. ആ പള്ളിക്ക് മുമ്പിലായിട്ട് കുറെ പ്രേതങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും പറയുന്നത് ഇന്ന് ഒരുപാട് ആൾക്കാർ മരിക്കുന്നതാണ്. അതും കൂടെ കേൾക്കുമ്പോൾ അവന്റെ ടെൻഷൻ കൂടാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അവളിപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് അവളുടെ വണ്ടി എടുത്തിട്ട് അവിടുന്ന് പോവാണ്. അത് കണ്ടതും അവനും അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവൾ നേരെ സിറ്റിയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി. ഈ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് എബിയുടെ ഭാര്യയും മകനും മരിച്ചത്. അങ്ങനെ അവൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് അവിടുത്തെ ഒരു സീറ്റ് പോയിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും എബി അതിനകത്തേക്ക് എത്തി. അവൻ അവളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് അവൻ കണ്ണാടിയിൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവന്റെ ചുറ്റുമായിട്ട് ആ വെളുത്ത പ്രകാശം കാണുന്നുണ്ട്. അതിൽ നിന്നും അവനിപ്പോൾ മരിക്കാൻ പോവാണ് എന്ന കാര്യം അവന് മനസ്സിലായി. എങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ഷെറിക്കാണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവളിപ്പോൾ അവനോട് ചോദിക്കുന്നത്, നീ ജീവൻ രക്ഷിച്ച ആൾക്കാരൊക്കെ ഒരുപാട് പേരെ കൊല്ലുന്നുണ്ടല്ലേ? അതേക്കുമ്പോൾ അതെ, അവർക്ക് എല്ലാവർക്കും ചെകുത്താൻ കൂടി. 7:30 അത് തന്നെ നിനക്കും സംഭവിക്കും. അതിനു മുമ്പ് എനിക്ക് നിന്നെ കൊന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവൻ തോക്കെടുത്തു. എന്നാൽ ഈ സമയം അപ്പുറത്തായിട്ട് കുറച്ച് പോലീസുകാർ ഇരിക്കുന്നുണ്ട്. അവൻ തോക്കെടുത്ത് കാണുമ്പോൾ അവരെഴുന്നേറ്റിട്ട് അവന് നേരെ തുരുതുര വെടിവെക്കുകയാണ്. അതിനെ തുറന്ന് അവൻ താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ അവൻ താഴേക്ക് വീണത് കാണുമ്പോൾ ഷെറി അവന്റെ അടുത്തേക്ക് ഇരുന്നു. ഈ സമയം അവൻ അവളുടെ അടുത്ത് പറയുന്നത്, ഇനി ഒരു നിമിഷം പോലും നീ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നാണ്. അത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്കും അവൻ മരിച്ചു. ഇതെല്ലാം കാണുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു. അങ്ങനെ അവൾ വേഗം തന്നെ അവിടെ കിടക്കുന്ന തോക്കെടുക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും പോലീസുകാർ വന്നിട്ട് ആ തോക്കെടുത്തു. എന്നിട്ട് അവളെയും വിളിച്ചിട്ട് വേഗം വെളിയിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ പോലീസുകാർ അവളെ ഒരു ആംബുലൻസ് കയറ്റിയിട്ട് അവിടുന്ന് കൊണ്ടുപോകാൻ തുടങ്ങി. എന്നാൽ അവർ പോയി കഴിഞ്ഞ് കുറച്ച് സെക്കൻഡുകൾ കഴിയുമ്പോഴാണ് എബി മരിച്ചു കിടക്കുന്ന ആ റെസ്റ്റോറൻറ്റിനകത്തൊരു ഇന്റർഫിയറൻസ് വരുന്നത്. അതിന് തുറന്ന് എബിയുടെ ശരീരത്തു നിന്നും ഒരു വെളുത്ത പ്രകാശം പുറത്തേക്ക് പോവാണ്. അതിന് പോകുന്ന വഴിക്ക് അത് അവിടുത്തെ ലൈറ്റ് മൊത്തം തകർക്കുന്നുണ്ട്. എന്നിട്ട് അതിപ്പോൾ ഫോളോ ചെയ്യുന്നത് ആ ആംബുലൻസിനെയാണ്. ഈ സമയം ആ ആംബുലൻസിനകത്താണെങ്കിൽ ഒരുത്തരിപ്പോൾ ഷെറിയെ അവിടുത്തെ സ്ട്രെച്ചറിൽ ലോക്ക് ചെയ്തു. അവളാണെങ്കിൽ വല്ലാണ്ട് നിലവിളിക്കുന്നുണ്ട്. അവളിങ്ങനെ നിലവിളിക്കുന്നതിനനുസരിച്ചിട്ട് ആ ആംബുലൻസിന്റെ കൺട്രോളും തെറ്റാൻ തുടങ്ങി. ഇപ്പൊ സമയമാണെങ്കിൽ 7:30 ആവാനായിട്ടുണ്ട്. ആംബുലൻസിനകത്തെ ക്ലോക്കിൽ അത് കാണാൻ പറ്റും. ഇനി കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ആ ആംബുലൻസിന്റെ അകത്ത് നിൽക്കുന്നവൻ ഒരു സിറിഞ്ച് എടുത്തിട്ട് അവളിപ്പോൾ കുത്തിവെക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ പെട്ടെന്നാണ് അവൾ അവന്റെ കയ്യിൽ കയറി പിടിക്കുന്നത്. അതിനുശേഷം അവൾ പറയുന്നത് ഡ്രയമേരാന്നാണ്. അതോടുകൂടെ അവളുടെ കണ്ണിൽ മാറ്റം വരുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ അവൻ ഇടിച്ചിട്ട് പുറകിലേക്ക് ഇട്ടു. എന്നിട്ട് പിന്നെയും ഉറക്കെ നിലവിളിക്കുകയാണ്. ഇപ്പൊ പൂർണ്ണമായിട്ടും ആ ചെകുത്താൻ അവളുടെ ശരീരത്തിലേക്ക് കയറിയിട്ടില്ല. ഈ സമയം തന്നെ കുറെ അപ്പുറത്തായിട്ട് അവിടെ ഒരു വലിയ ടാങ്കർ ആക്സിഡന്റ് ആയി കിടക്കുന്നുണ്ട്. അതിനടുത്തായിട്ട് ഒരു ബസ് നിൽക്കുന്നുണ്ട്. ആ ബസ്സിനകത്താണെങ്കിൽ നിറയെ ആൾക്കാരാണ്. ഇപ്പൊ പോലീസുകാർ ആ ടാങ്കർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നേർക്കാണ് ഇപ്പൊ ആംബുലൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ആംബുലൻസ് ആ ടാങ്കറിന്റെ അടുത്തെത്താനാവുമ്പോഴേക്കും ആ വെളുത്ത പ്രകാശം ഇപ്പൊ ആംബുലൻസിന്റെ അകത്തേക്ക് കയറി. അതിപ്പം എബിയുടെ രൂപത്തിലാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ അവൻ അവളുടെ കയ്യിലൊന്നും തൊട്ടു. അതോടുകൂടെ അവൾ നിലവിളിക്കുന്നത് നിർത്തി. ഈ സമയം അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കഴുത്തിലൊന്നും തൊടുകയാണ്. അതിനെ തുറന്ന് അവളുടെ ശരീരത്തിൽ നിന്നും അവളുടെ ആത്മാവ് ഉള്ളിലേക്ക് വന്നു. അങ്ങനെ അവൾ മരിക്കുകയും ചെയ്തു. അങ്ങനെ അവൾ മരിച്ചു കഴിഞ്ഞിട്ട് എബി നോക്കുമ്പോൾ ആ ആംബുലൻസ് ഇപ്പം ആ ടാങ്കറിന് നേർക്കാണ് പോകുന്നത്. അത് കണ്ടതും അവൻ പെട്ടെന്ന് ആ ആംബുലൻസിന് മുമ്പിലേക്ക് പോയി നിൽക്കുകയാണ്. അതിന്റെ ഡ്രൈവർ അത് കാണുകയും ചെയ്തു. അതിനെ തുറന്ന് അയാൾ വണ്ടി വെട്ടിക്കുകയാണ്. അങ്ങനെ അയാൾ വണ്ടി വെട്ടിച്ചതും ആംബുലൻസ് കുറച്ച് അപ്പുറത്തേക്ക് തെറിച്ചു പോകും. ഭാഗ്യത്തിന് ആർക്കും ഒരു കുഴപ്പവും പറ്റിയില്ല. അങ്ങനെ അവിടെയുള്ള ആത്മാക്കളൊക്കെ അവിടുത്തെ റോട്ടിലായിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ എബി ഉണ്ടായിരുന്നു. അവനിപ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ പഴയതുപോലെ അവനൊരു ടണലാണ് കാണുന്നത്. ആ ടണലിന്റെ അറ്റത്തായിട്ട് അവന്റെ ഭാര്യയും മകനും. അവനിപ്പം അവരുടെ അടുത്തേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഈ സമയം പോലീസുകാരാണെങ്കിൽ അവന്റെ ബോഡി ഒരു ബാഗിലേക്ക് ആക്കിയിട്ട് അത് ക്ലോസ് ചെയ്യാണ്. ഇനി കാണിക്കുന്നത് ആ ഹെൻറിയാണ്. അയാൾ എപ്പോഴും അയാളുടെ റൂമിൽ നിൽക്കുന്നുണ്ട്. അതിനിടയിൽ എന്തൊരു ശബ്ദം കേട്ട് അവനിപ്പോൾ പുറകിലേക്ക് തിരിഞ്ഞു. പെട്ടെന്നാണ് 2 പ്രേതങ്ങൾ അവന്റെ അടുത്തേക്ക് വരുന്നത്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.